റയാൻ രാജേഷ്. ബ്രില്യൻറ്റിൻ്റെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിലൂടെ +1 +2 കംപ്ലീറ്റ് ചെയ്ത വിദ്യാർത്ഥിയാണ് റയാൻ രാജേഷ്. 15 ലക്ഷത്തിനടുത്ത് വിദ്യാർത്ഥികൾ പങ്കെടുത്ത 2025 ജെഇ മെയിൻ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഓൾ ഇന്ത്യ തലത്തിൽ 870 റാങ്ക് കരസ്ഥമാക്കി സന്തോഷത്തിൻ്റെ നെറുകയിൽ നിൽക്കുകയാണ് ഇന്ന് റയാൻ. കേൾക്കാം നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ജെഇ മെയിൻ റിസൾട്ട് പുറത്തു വന്നപ്പോൾ മികച്ച ഒരു പെർസെൻറ്റേജ് സ്കോർ കരസ്ഥമാക്കിയ വിദ്യാർത്ഥിയാണ് റയാൻ രാജേഷ്. +1 +2 റയാൻ്റെ എൻട്രൻസിനുള്ള പരിശീലനം. അപ്പോൾ റയാൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ മോനോട് വിശേഷങ്ങളൊക്കെ ചോദിക്കാം. ആദ്യം തന്നെ കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. അപ്പോൾ എങ്ങനെയാണ്, എന്ത് എക്സ്പീരിയൻസ് ആണ് മോനിപ്പോൾ തോന്നുന്നത്? അപ്പോൾ ഈ റിസൾട്ട് അറിഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ട്. വളരെ ഹാർഡ് വർക്ക് ചെയ്ത് തന്നെയാണ് കിട്ടിയത്. മോൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാമോ? അപ്പോൾ ഈ എക്സാമിൻ്റെ അടുത്ത് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ കൂടുതലും ബ്രില്യൻ്റ് അടുത്ത മോഡൽ എക്സാംസിൻ്റെ കറക്ഷൻസ് ചെയ്യുക അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അതിൻ്റെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ അന്ന് ക്ലാസ്സിലെടുത്ത കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്യും, അതൊക്കെ തന്നെയാണ്. അങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ? മോൻ്റെ സ്കൂളിംഗ് ഒക്കെ എവിടെയായിരുന്നു, പ്രൈമറി മുതലുള്ള? പ്രൈമറിയിലൊക്കെ ഞാൻ ടോക്കച്ച് പബ്ലിക് സ്കൂളിലായിരുന്നു. പിന്നെ ഈ ബ്രില്യൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ സ്കൂൾ മാറി നൈപുണ്യയിലായിട്ട് മാറി. ഓക്കെ. ഈ ഒത്തിരി മോഡൽ എക്സാംസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? അത് ശരിക്കും ഗുണകരമായി എന്ന് തോന്നുന്നുണ്ടോ റിയൽ ജെയിലേക്ക് വന്നപ്പോൾ? അതെ, മോഡൽ എക്സാം വളരെ ഗുണകരം തന്നെയായിരുന്നു. അവർ പല ലെവലിലുള്ള എക്സാംസ് നടത്താറുണ്ടായിരുന്നു, ഡിഫിക്കൽട്ടും എളുപ്പമുള്ളതൊക്കെ നടത്താറുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് പാടായിരുന്നു, ഇതിലും പ്രശ്നം ഉണ്ടായില്ല. മോനെ എങ്ങനെയായിരുന്നു ഒരു എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹം വന്നത്? ചെറുപ്പം മുതലേ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു? ചെറുപ്പം മുതൽ എനിക്ക് മാത്തമാറ്റിക്സിലാണ് സ്കില്ല് കൂടുതലാണ് തോന്നിയേക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എഞ്ചിനീയറിംഗിനോടായിരുന്നു. ചെറുപ്പം മുതലേ കണക്കിനോട് പ്രത്യേകിച്ച് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ പേരൻസിനെ കൂടി ഒന്ന് പരിചയപ്പെടുത്താമോ? അതെൻ്റെ മദറാണ്, നീതു ജോസ്. അതുപോലെ തന്നെ ഫാദർ? ഫാദർ ഇപ്പോൾ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. എന്താണ് ചെയ്യുന്നത്? ഡോക്ടറാണ്. ഡോക്ടറാണ്. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ജെഇ അഡ്വാൻസ്ഡ് ആണല്ലോ മുമ്പിൽ വെക്കുന്ന ലക്ഷ്യം. അപ്പോൾ അഡ്വാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി എങ്ങനെയാണ്? ഇതുപോലെയൊക്കെ തന്നെയാണോ പോകാൻ ഉദ്ദേശിക്കുന്നത്? അഡ്വാൻസിന് അതെ, അഡ്വാൻസിന് ഇപ്പോൾ തിയറിയൊക്കെ എല്ലാം ഓൾമോസ്റ്റ് ഡൺ ആണ്. പിന്നെ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ അഡ്വാൻസ്ഡ് മോഡൽ എക്സാംസ് ഉണ്ടാവും, അത് എഴുതും, പിന്നെ അതിൻ്റെ കറക്ഷൻസ് ചെയ്യും. ആ രീതിയിൽ പോകാനാണ് പ്ലാൻ. ഫേവറേറ്റ് സബ്ജക്റ്റ് മാത്സ് തന്നെയാണോ? മാത്സ്. അതെ. അപ്പോൾ ഈ എക്സാംസ് ഒക്കെ ഒത്തിരി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പല ഘട്ടങ്ങളിലായിട്ട് മാർക്കുകൾക്ക് വേരിയേഷൻസ് ഒക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനെങ്ങനെയാണ് നിങ്ങൾ ഓവർകം ചെയ്തുകൊണ്ടിരുന്നത്? മാർക്ക് വേരിയേഷൻ വരുമ്പോൾ അതിന് തന്നെ അതിൻ്റെ കാരണം നോക്കും, എന്തുകൊണ്ടാണ് വേരിയേഷൻ വരാനുള്ള കാരണം നോക്കും. പിന്നെ അതിനനുസരിച്ച് പഠിക്കും. എത്ര ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു ദിവസം പ്രാക്ടീസ് ചെയ്യാറുണ്ട്, ഏകദേശം പറയാൻ പറ്റുമോ? ഏകദേശം ഒരു 100 റേഞ്ചിലൊക്കെ. ക്ലാസ് ഇല്ലെങ്കിൽ, ക്ലാസ് ഉണ്ടെങ്കിൽ വളരെ കുറവ്, ഒരു 50 ഉണ്ടാവും. ഈ ടൈം മാനേജ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റി. മാമിൻ്റെ പേരെന്താണ്? നീതു. എന്താണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ വർക്ക് ചെയ്യുന്നില്ല, ഹൗസ് വൈഫ്. ഓക്കെ. അപ്പോൾ മോന് നല്ലൊരു വിജയം കിട്ടിയല്ലേ? അപ്പോൾ എങ്ങനെയായിരുന്നു, നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ ഇത്ര നല്ലൊരു സ്കോർ? ചെറിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ചെറുപ്പം മുതലേ ആൾക്ക് കണക്കിനോടൊക്കെ ആയിരുന്നോ താല്പര്യം? ചെറുപ്പം മുതലേ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ നല്ല താല്പര്യമുള്ള ആളായിരുന്നു. കുഴപ്പമുണ്ടായിരുന്നില്ല, അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്ന കുട്ടിയായിരുന്നു. മോനെ ഒറ്റ മോനാണോ? അല്ലല്ല, അവനൊക്കെ അനിയനുണ്ടല്ലേ? എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്? തേർഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത്ര നല്ലൊരു വിജയം കിട്ടിയപ്പോൾ എല്ലാവരും എന്ത് പറഞ്ഞു? എല്ലാവർക്കും സന്തോഷം. എല്ലാവരും എക്സ്പെക്ട് ചെയ്തെങ്കിലും അത് റിയാലിറ്റിയിലാവുമ്പോഴാണല്ലോ നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്നത്. എല്ലാവരും ഹാപ്പി. ഈ എഞ്ചിനീയറിംഗ് എന്നുള്ളത് മോൻ തന്നെത്താൻ സ്വന്തമായിട്ട് പഠിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ ഒരു ആഗ്രഹം കൊണ്ടുവരുമായിരുന്നു? പപ്പയും റിയലൈസ് ചെയ്തായിരുന്നു, അവൻ അതിലാണ് സ്ട്രോങ് ആയിട്ടുള്ളത്, മാത്സും ഫിസിക്സും ആണ്. പുള്ളി മെഡിക്കൽ പ്രൊഫഷൻ ആണല്ലോ, എന്നാലും അത് വേണ്ട, ഇവന്റെ ടേസ്റ്റ് അതാണ് എന്ന് പറഞ്ഞിട്ട് സ്ട്രോങ് ആയിട്ട് അതിൽ പോയാൽ മതി എന്ന് സ്ട്രോങ് ആയിട്ട് പറഞ്ഞ് ഇവനും പറഞ്ഞു, പപ്പയും സപ്പോർട്ട് ചെയ്തു. അങ്ങനെയാണ് എഞ്ചിനീയറിംഗിലേക്ക് വന്നത്. പിന്നെ ഈ IIT എന്നുള്ള ഒരു ഡ്രീം ആയാലും അവന് ആദ്യമായിട്ട് ആക്കി കൊടുത്തത് പപ്പ തന്നെയാണ്. പിന്നെ അവനും അതങ്ങനെ വന്നു, രണ്ടുപേരും ഒരു ഇതായപ്പോൾ അവൻ്റെ ഹാർഡ് വർക്കും എല്ലാം കൂടി ആയപ്പോൾ നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റി. ഓക്കെ. അപ്പോൾ മോനെ ഇനി ഒരുപാട് പരീക്ഷകൾ വരുന്നുണ്ട്, ജെഇ അഡ്വാൻസ്ഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ജെഇമിൻ്റെ തന്നെയാണെങ്കിൽ അടുത്ത സെഷൻ വരുന്നുണ്ട്, CUT ഒക്കെ, കുസാറ്റ് ഒക്കെ വരുന്നുണ്ട്, കീമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ മോൻ എല്ലാ പരീക്ഷയിലും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കട്ടെ. അതുപോലെ തന്നെ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ടത് ജെഇ അഡ്വാൻസ്ഡ് ആണ്. അപ്പോൾ അതിനും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ. അപ്പം ഒരു ഡ്രീം ക്യാമ്പസ് ഉണ്ടോ മനസ്സിലെ? ഉണ്ട്. IIT ബോംബെ ആണ് എൻ്റെ ഡ്രീം ക്യാമ്പസ്. ബോംബെ കമ്പ്യൂട്ടർ സയൻസ് കിട്ടാനാണ് ആഗ്രഹം അല്ലേ? അപ്പോൾ ടോപ്പ് പ്രയോറിറ്റിയിലുള്ള ആ ഒരു IIT തന്നെ മോൻ അഡ്മിഷൻ ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. അപ്പോൾ ഇനി വരുന്ന എല്ലാ പരീക്ഷകളും ഇതുപോലെ തന്നെ അടിപൊളിയായിട്ട് മുമ്പോട്ട് പോവുക. ഓൾ ദി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.